വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേർഡ് റൈസാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. കേർഡ് റൈസിനായിട്ട് നമുക്ക് ആദ്യം ഇത്തിരി ചോറ് നന്നായി വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വെച്ചേക്കണം. കാരണം ഇച്ചിരി വെന്ത ചോറാണ് എപ്പോഴും കേർഡ് റൈസിന് നല്ലത്. അതിന് ശേഷം അതിലേക്ക് നമ്മളൊരു കപ്പ്, ഏകദേശം 1.5 കപ്പ് ചോറാണ് എടുത്തിരിക്കുക. ഏകദേശം ചോറിൽ ഈ ഒരു ടെക്സ്ചർ മാറുന്നത് ഞാൻ ടെക്സ്ചർ കാണിക്കാം. ആ ഒരു ടെക്സ്ചർ ലെവലിൽ ഏകദേശം 1.5 കപ്പിൻ്റെ അടുത്ത് തൈര് നന്നായിട്ടൊന്ന് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേർഡ് റൈസാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കേർഡ് റൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമുക്കൊരു ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ ചേർക്കാം. അതിനായിട്ട് ചെറിയൊരു പാൻ ചൂടാക്കാം. നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിലൊരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുക. എണ്ണ ചേർക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നെയ്യ് ചേർക്കുന്നതാണ്. എന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക്, അതുപോലെ തന്നെ നമ്മൾക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കടലയും അതുപോലെ തന്നെ ഉഴുന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്തതും, കൂടാതെ ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ജിഞ്ചർ അതും ചെറുതായി കൊത്തി എണ്ണയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഒരു 2 വറ്റൽ മുളകും കൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലും കൂടി ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിൽ ഞാൻ ഇപ്പോൾ ഞാനിതിൽ കായപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ചേർത്തിട്ടില്ല. നിങ്ങൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും ഒരു നുള്ള് കായപ്പൊടിയും, കായം അധികം ചേർക്കേണ്ട, ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക്, ചോറും തൈരും കൂടി മിക്സ് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് അനാറും, ക്യാരറ്റ് ചോപ്പ് ചെയ്തതുണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർക്കാം. ഓപ്ഷണലാണ്. അനാറും ക്യാരറ്റെല്ലാം ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് അനാറും കൂടി ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത്തിരി തണുപ്പിച്ചിട്ട് വേണം കേർഡ് റൈസ് എപ്പോഴും കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അതും കൂടി ഒന്ന് ചേർക്കുക. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേർഡ് റൈസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇനിയുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക.